إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എൻ്റെ ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന് റമളാനിൻ്റെ അവസാനത്തെ 10-നേക്കാളും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും വിലയേറിയത്. ആ ദിനങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അധിക ദിവസവും കഴിഞ്ഞുപോയി, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി ബാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫയുടെ ദിവസം, അല്ലേ? ദുൽഹിജ്ജ 9, നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9 നമ്മുടെ അറഫ ദിനങ്ങൾ. ഈ അറഫ ദിനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ഈ അറഫ ദിനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അടുക്കൽ അഭിമാനം കൊള്ളുന്ന ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുക്കുന്ന ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കി തന്ന ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇലെ ആ അറഫിൻ്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ ദീനിനെ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു തആല തന്ന നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നു. അല്ല, വലിയ നിഅമത്തല്ലേ? നമ്മളെ മനുഷ്യന്മാരാക്കി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് തന്ന് നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടി അയച്ചു. എവിടെയെങ്കിലും നാൽക്കാലികളെ പോലെ നമ്മൾ അയച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നൽകി, ഇസ്സത്ത് നൽകി, മുസ്ലിമീങ്ങളാക്കി. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ മതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് തന്നില്ലേ? ഈ ആയത്തിറങ്ങിയ കാര്യത്തെക്കുറിച്ച് ഒരു യഹൂദി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ആയത്തുൻ ഫീ കിതാബികും തഖറഊന ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. ആ യഹൂദി പറയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്,
നിങ്ങൾ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു പിന്നെ ആയത്തുണ്ടല്ലോ, നമ്മൾ യഹൂദികൾക്കാണ് ആ ആയത്ത് ഇറങ്ങിയതെങ്കിൽ നമ്മൾ ആ ദിവസം പെരുന്നാളാക്കിയതിന്. അത്രയും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിനം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, നമുക്കറിയാം ആ ദിവസം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എവിടെയാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നും നമുക്കറിയാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊണ്ട് പിന്നെ പൂർത്തിയാക്കാണ്. വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ, ജുമുഅ ദിവസം അറഫയുടെ മൈതാനത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഇറങ്ങിയത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ അറഫയുടെ ദിനമാണ് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ വശാഹിദിൻ വമശ്ഹൂദ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ് അറഫയുടെ ദിവസം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, 10 പിന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫയുടെ ദിവസം. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേറ്റം അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്ന ദിവസമാണ്. ആ ദിവസമാണ് ശൈത്താനിന് ഏറ്റവും സങ്കടം പിടിച്ച ദിവസം, ശൈത്താൻ ഏറ്റവും പാപരത്വം പിടിച്ച ദിവസം. വല്ലാത്ത പ്രയാസത്തിലാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ ശൈത്താൻ നിന്ദിക്കുന്ന ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. കാരണം ശൈത്താൻ ഇങ്ങനെ കാണുകയാണ്, പിന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും മഗ്ഫിറത്തും ഇറങ്ങുകയാണ്, മലക്കുകൾ ഇറങ്ങുകയാണ്. ഇത് കാണുമ്പോൾ ശൈത്താനിന് പിന്നെ സഹിക്കാനാവാത്ത ഒരു ദിവസവുമാണ് ഈ അറഫയുടെ ദിവസം. നരകത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര ആളുകളെ വേറെ ഒരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിച്ചിട്ടില്ല എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അറഫ ദിവസത്തെ കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? മലക്കുകളുടെ ഇടയിൽ അഭിമാനം കൊള്ളും. ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി അൽ മലായികത ബി അഹ്ലി അറഫ യഖൂൽ ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നോക്കുക. ശുഅ്സൻ ഗുബ്റ, അവർ മുടികൾ ജട പിടിച്ച് മേത്ത് മുഴുവൻ പൊടി പിടിച്ച് അള്ളാഹുവിനെ മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ട് ആ അറഫയിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, നോക്ക് എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വതആല ഉലകം കൊള്ളും, അഭിമാനം കൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് അടുത്ത് വരും. വഇന്നഹു ലയദ്നു, നമ്മളിലേക്ക് അടുക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസത്തിലുള്ള ദുആ. ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ആണ് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അറഫയുടെ ദിവസം ചെയ്യുന്ന ദുആ ആണ് ഏറ്റവും ഖൈറായ ദുആ, ഏറ്റവും അഫ്ദലായ ദുആ. അത് അറഫയുടെ ദിനത്തിൽ ചെയ്യുന്ന ദുആ ആണ്. അതുകൊണ്ട് അറഫയുടെ ദിവസം, അറഫയുടെ ദിനം മറ്റന്നാൾ ഞായറാഴ്ച നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. ആ ദിവസത്തിൽ നമ്മൾ ഇബാദത്തിലും ദിക്റിലും ശുക്റിലും ദുആയിലും നമ്മൾ മുഴുകണം. ദുആ നല്ലോണം വർദ്ധിപ്പിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കണം, പൊട്ടിത്തെറിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണുകൾ നിറയണം, ഒഴുകണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടണം. അതിൻ്റെ ദിവസമാണ് അറഫയുടെ ദിവസം. അതുമാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അറഫയുടെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു സുന്നത്ത് നോമ്പുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫയുടെ ദിവസത്തിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു നോമ്പ് നോക്കിയാൽ, നോമ്പ് നോക്കൽ എളുപ്പമാണ്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ മതി. അതിൻ്റെ പ്രതിഫലം ഒരു വർഷം മുമ്പും ഒരു വർഷം ശേഷവും ചെയ്ത കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും എന്ന് പറയണം. അപ്പം ഇത്രയും മഹത്വമേറിയ ദിവസമാണ് അറഫയുടെ ദിവസം. ഈ അറഫയുടെ ദിവസത്ത് നമ്മൾ പിന്നെ അതിവരിപ്പിക്കേണ്ട വേറൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ നമ്മൾ എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന അശിയ്യത അറഫ. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ബാക്കി നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക്, അറഫയുടെ ദിനത്തിൽ പറഞ്ഞ ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. അപ്പോൾ അറഫയുടെ ദിവസം മറ്റന്നാൾ ഞായറാഴ്ച നമുക്ക് വന്നെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം അത് ഉപയോഗപ്പെടുത്തണം. നമ്മളൊരിക്കലും പാഴാക്കരുത്. ബാക്കി ദിവസങ്ങൾ പോലെ അറഫയുടെ ദിവസത്തെ നമ്മൾ കാണരുത്. ആ ദിവസം നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് നോൻപെടുത്ത് ദിക്റിലും ദുആയിലും മാക്സിമം ദുആയിൽ കഴിഞ്ഞുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ധാരാളം അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇതേപോലെയുള്ള ഒരു അറഫ ദിനം, ഇതേപോലെയുള്ള ഒരു ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാ എന്നാണ് അത് അറിയപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ധാരാളം വസിയത്തുകൾ നൽകിയിട്ടുണ്ട്, ധാരാളം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളിൽ പെട്ടതാണ് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ മിനൽ ഇൽമി ഖബ്ല അൻ യുഖ്ബദൽ ഇൽം, നിങ്ങൾ വിജ്ഞാനം എടുക്കുക അല്ലെങ്കിൽ പഠിക്കുക, ഇൽമ് കരസ്ഥമാക്കുക. ഖബ്ല അൻ യുഖ്ബദൽ ഇൽം, ഇൽമ് പോകുന്നതിന് മുമ്പ്, അല്ലേ, ഇൽമ് ഉയർത്തപ്പെടുന്നതിന് മുമ്പ്. സഹാബാക്കൾ ചോദിച്ചു, എങ്ങനെയാണ് റസൂലെ ഇൽമ് ഉയർത്തപ്പെടുക? അല്ലേ, അത് ഉലമാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമ്പോഴാണ് ഇൽമു ഉയർത്തപ്പെടുക. അതുകൊണ്ട് ഉലമാക്കൾ മരിച്ചു തീരുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇൽമാണ് നമ്മളെയും മൃഗങ്ങളെയും വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൽമിൽ മുന്നേറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജത്തുൽ വദാഇൽ നൽകിയ വസിയത്തുകളിൽ പെട്ടൊരു വസിയത്താണ് യാ അയ്യുഹന്നാസ് അയ്യു യൗമിൻ ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് ഏത് ദിവസമാണ്? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, യൗമുൻ ഹറാം, ഇത് നല്ല പവിത്രമായ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ഏത് നാടാണ്? സഹാബാക്കൾ പറഞ്ഞു, മക്ക, ഏറ്റവും പവിത്രമായ നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏത് മാസമാണ്? സഹാബാക്കൾ പറഞ്ഞു, ഏറ്റവും പവിത്രമായ മാസമാണ്, അല്ല, ദുൽഹിജ്ജ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഅറാദകും അലൈക്കും ഹറാം. ഇതേപോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ചോരയും ഇതേപോലെ പവിത്രമാണ്. അതിനെ ഒന്നും നേരരുത്, അന്യായമായി ചിന്തരുത്, അന്യായമായി സമ്പത്ത് കൊള്ളയടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ഷഹരികും ഹാദാ. ഈ ദിവസത്തിനും ഈ നാടിനും ഈ മാസത്തിനും ഉള്ള പവിത്രത പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും രക്തത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നില്ലേ? എന്തെങ്കിലും ഞാൻ അറിയിച്ചു തരാതെ പോയിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, വല്ലാഹി അല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലവസിയതുഹു ഇലാ ഉമ്മത്തിഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ വസിയത്താണ്. ഈ ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ ഖുതുബയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫൽയുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ, ഇവിടെ എത്തിയവർ എത്താത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയത്തിൽപ്പെട്ട വസിയത്താണ് യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്, ജനങ്ങളെ, നിങ്ങളുടെ ഇലാഹ് റബ്ബ് അത് ഒറ്റവനാണ്, വാഹിദാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒറ്റയാണ്. അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമി, അതുകൊണ്ട് ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ സ്ഥാനമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയേക്കാളും സ്ഥാനമില്ല. ഒരു വെളുത്തവന് കറുത്തവനേക്കാളും സ്ഥാനമില്ല, ഒരു കറുത്തവന് വെളുത്തവനേക്കാളും സ്ഥാനമില്ല. ഇല്ല ബിത്തഖ്വ, തഖ്വ മാത്രമാണ് ഒരാളുടെ സ്ഥാനം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശരീഫ് ഏറ്റവും അക്രം ആരാണ്? അത് ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വസിയത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വസിയത്തുകൾ ഈ ഹജ്ജത്തുൽ വിദാഇന്റെ ഖുതുബയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെ ഖദ് തറക്തു ഫീകും മാ ലം തദില്ലു ബഅദഹു ഇനി അഅ്തസംതും ബിഹി. ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം വിട്ടേച്ച് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മരിക്കാനാണ്, ഇനി ഒരു ഹജ്ജിന് ഉണ്ടാവൂല എന്നുള്ള എല്ലാ സൂചന നൽകിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്താണ് നിങ്ങൾക്കൊരു കാര്യം വിട്ടേച്ച് പോവാണ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിന്നെന്ത് ചെയ്യൂല, വഴികേടിലാവൂല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് പോവാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക? ഞാൻ നിങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നിനോ, അല്ലെങ്കിൽ ദീൻ എത്തിച്ചു തന്നില്ലേ? ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചോ? ഏതെങ്കിലും നന്മയെ ഞാൻ നിങ്ങൾക്ക് പറയാതെ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയെ തൊട്ട് നിങ്ങളെ തടയാതെ നിന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളോട് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയാണ്, റസൂലേ, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. സഹാബാക്കൾ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, നമ്മളെല്ലാവരും സാക്ഷ്യം നിൽക്കാണ്. അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്, അതിലപ്പുറം നമ്മോട് ഏറ്റവും നല്ല ഗുണകാംക്ഷ കാണിച്ചിട്ടുണ്ട് എന്ന് സഹാബാക്കൾ പറയും. അപ്പോഴും നമ്മൾ അല്ലാഹു മഷ്ഹദ് എന്ന് കൈ ഉയർത്തി അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും വസിയത്ത് തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം അറഫയുടെ മൈതാനത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതായി കാണുകയാണ്. അദ്ദേഹം അത് കാണുമ്പോൾ പൊട്ടി കരയുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല അബാ അബ്ദുറഹ്മാൻ, എന്താണ് ഇങ്ങനെ കരയുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ദക്കർതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഓർത്തു പോയി. ഇതേ സ്ഥലത്ത് അറഫയുടെ മൈതാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലം യബ്ഖ മിൻ ദുനിയാകും ഫീമാ മദാ മിൻഹാ ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ ഫീമാ മദാ മിൻ. ജനങ്ങളെ, ഈ സൂര്യൻ അസ്തമിക്കുന്ന അത്ര ബാക്കിയുണ്ടല്ലോ, ഈ ദിവസത്തിൻ്റെ എത്രയാണോ ബാക്കിയുള്ളത് അത്ര മാത്രമാണ് ഈ ദുനിയാവിൻ്റെ ബാക്കിയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ ആ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി എത്ര കുറച്ച് സമയമാണോ ബാക്കിയുള്ളത് അത്ര മാത്രമാണ് ഈ ദുനിയാവ് ബാക്കിയുള്ളത്, നിശ്വരമാണ്, ഇപ്പം അവസാനിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വേറൊരു ഉപദേശമാണ്, മൻ കാന ഹമ്മുൽ ആഖിറ, ആരെങ്കിലും വേവലാതി, ആശങ്ക, അല്ലെങ്കിൽ അവൻ്റെ ഉദ്ദേശം, അവൻ്റെ ഹമ്മ് അത് ആഖിറമാണെങ്കിൽ ജമഅ അല്ലാഹു ശംലഹു, അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഐശ്വര്യത്തെ അവൻ്റെ കൽബിലേക്കാക്കി അല്ലാഹു സുബ്ഹാനഹു വ മാറ്റി കൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിബ, ഈ ദുനിയാവ് അവൻ്റെ പിന്നാലെ വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയത് അവൻ കഴിക്കാതെ പോകൂല ഈ ദുനിയാവിൽ നിന്ന്. ഇനി ഒരാളുടെ നീയത്തും ഖസ്ദും എല്ലാ ആഗ്രഹവും ദുനിയാവാണെങ്കിൽ ശത്തതല്ലാഹു അംറഹു, അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെവ്വേറാക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ അവൻ ആ ദുനിയാവിൻ്റെ ബാക്കിലായിരിക്കും. പക്ഷെ അവനക്ക് ദുനിയാവിന് കിട്ടാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയത് മാത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വർണ്ണലിപികളാൽ എഴുതാൻ പറ്റുന്ന വലിയ ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഹജ്ജത്തുൽ വിദാഉം ഈ അറഫയും ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ ഗുണപാഠങ്ങൾ കിട്ടാനുണ്ട്. അതിൽപ്പെട്ട് ഏറ്റവും വലിയ ഗുണപാഠം എന്താണ്? ഏറ്റവും വലിയ ഗുണപാഠം അത് ദർസു തൗഹീദാണ്, തൗഹീദിൻ്റെ ഗുണപാഠമാണ്, അല്ലേ? ഈ അറഫയുടെ ദിനത്തിൽ ഏറ്റവും അഫ്ദലായ കാര്യം എന്താണ്? നബിയും ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും അഫ്ദലായ കലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഈ ഹജ്ജിൻ്റെ അടിസ്ഥാനം എന്ന തൗഹീദാണ്. വഇദ് ബവ്വഅനാ ബനീ ഇസ്രായീല
وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا. ഇബ്രാഹിം അലൈഹിസ്സലാമിന് കഅബയുടെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് തന്നെ പിന്നെന്താണ്? അല്ലാ തുശ്രിക് ബി ഷൈഅ, അല്ലാഹുവിൽ ഒന്നും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഹാജി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുന്നതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്ക് ഒരു പങ്കാളിയുമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് മുഴുവൻ അല്ലാഹുവിന് മാത്രം. നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട് മാത്രം, നമ്മൾ നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം, നമ്മൾ അറക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം, നമ്മൾ നേർച്ച നടത്തുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്. നീ പറയ് നബിയെ, അവർക്ക് പറഞ്ഞു കൊടുക്ക്, എൻ്റെ നിസ്കാരവും എൻ്റെ അറവും എൻ്റെ നേർച്ചയും എല്ലാം അല്ലാഹുവിനുള്ളതാണ്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ഭയവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ മഹബത്തും എല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. സുബ്ഹാനല്ലാഹ്. ഇത്ര വലിയ തൗഹീദിൻ്റെ ദർസ് കിട്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു മഖ്ലൂഖിലേക്ക് തിരിഞ്ഞു പോകാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് യാ സയ്യിദീനെ വിളിച്ചിട്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പറയാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അള്ളാഹു അല്ലാത്തൊരു മഖ്ലൂഖിലേക്ക് തിരിയാൻ കഴിയുക? ഇതിനേക്കാളും വലിയ മുസീബത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ദുആ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ, അള്ളാഹു സുബ്ഹാനഹു തആലയെക്കാളും നമ്മുടെ ദുആന് ഉത്തരം നൽകാൻ കഴിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ദുആന് ഉത്തരം നൽകാൻ വേണ്ടി കഴിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മേക്കാളും റഹ്മത്തുള്ള അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനു വേണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലാത്ത ഒരു വ്യക്തിയിലേക്കോ ഒരു ശക്തിയിലേക്കോ തിരിയേണ്ട ആവശ്യം? അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ് ഇബാദത്ത് അർപ്പിക്കേണ്ടത്, ദുആ അള്ളാഹുവിനോട് മാത്രമാണ് ചെയ്യേണ്ടത് എന്ന ഒറ്റൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചതും അതാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ മരിച്ചവരോട് ദുആ ചെയ്താൽ അവർ ആ ദുആ കേൾക്കുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഒരു കേട്ടാൽ തന്നെ നിങ്ങൾ ദുആക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനുണ്ടല്ലോ അവരെന്ത് ചെയ്യും? അവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, ഓൻ എന്നോട് ചോദിക്കണം എന്ന് അവിടുന്ന് നിഷേധിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അതിനെ വിളിച്ചത് എന്താണ്? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഈ ശിർക്കിനെ തൊട്ട് അവർ നിഷേധിച്ച് കളയുമെന്നുള്ളതാണ്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാളിൽ ഈ ആളുകളെല്ലാം വരും, ഔലിയാക്കളും അമ്പിയാക്കളും വരും. പക്ഷെ ഓരോ നമ്മളാരും പറഞ്ഞിട്ടില്ല കേട്ടോ ഇവരെ നമ്മളെ ദുആ ചെയ്യാൻ എന്നാണ് ഓര് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഗൗരവത്തിലെടുക്കുക. ദുആ അല്ലാഹു അല്ലാത്ത വേറൊരു മഖ്ലൂഖ് നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ് നമ്മളെ കഥ. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ശരി, എത്ര വലിയ ദോഷിയാണെങ്കിലും ശരി, ശിർക്കിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ സൗഭാഗ്യത്തിലാണ് സഹോദരന്മാരെ. ഇത് ഞാൻ പറയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, മനുഷ്യരെ നിങ്ങൾ ഈ ഭൂമി നിറച്ചും പാപമായിട്ട് വന്നാലും ശരി, ثم لقيتني لا تشرك بي شيئا لاتيتها بقرابها مغفرة, നിങ്ങൾ ഈ ഭൂമി നിറച്ചും പാപമായിട്ട് വന്നാലും ശരി, മനുഷ്യരെ നിങ്ങൾ എന്നെ ശിർക്ക് ചെയ്യാത്ത രൂപത്തിലാണ് എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ മഗ്ഫിറത്തുമായിട്ട് വരും എന്ന് അല്ലാഹു തആല പറയാം. ഇത്ര റഹീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് കൊടുക്കാനുള്ള ഒറ്റൊരു ഹക്ക് തൗഹീദാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക, നമ്മളെ കുടുംബക്കാരെ അറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫൽയുബല്ലിഗ അശ്ശാഹിദു അൽ ഗായിബ, ഇവിടെ ഇത് കേട്ടവർ അത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തെ പാഠം നമുക്ക് ഈ ഹജ്ജിൽ നിന്നും ഈ അറഫയിൽ നിന്നും കിട്ടാനുള്ള പാഠം അത് ദർസുൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക എന്നുള്ളത്.
അല്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന ദിവസം ഈ ദീനിനെ ഞങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമുക്ക് പൂർത്തിയാക്കി തന്നു. ഇനിയിലേക്ക് കൂട്ടാനില്ല, ഇനിയിലേക്ക് കുറയ്ക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഫ്രണ്ടിൽ വെക്കുക. നബി തങ്ങൾ ചെയ്തിനും ഞാൻ ചെയ്യും, നബി തങ്ങൾ പോയിനും ഞാൻ പോവാം. നബി തങ്ങളെ റൂട്ടാണ് നമ്മുടെ റൂട്ട്. നമുക്ക് കാസർഗോഡേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ മഹാരാഷ്ട്രക്കുള്ള വഴി സ്വീകരിച്ചൊരു കാര്യമുണ്ട്. കാസർഗോഡേക്ക് പോകണമെങ്കിൽ കാസർഗോഡേക്കുള്ള വഴി സ്വീകരിക്കണം. അള്ളാഹുവിലേക്കാണ് എനിക്ക് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടതെങ്കിൽ അള്ളാഹുവിലേക്കുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. നിനക്ക് ഇഷ്ടമുള്ളത് പോലെയല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പോലെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെന്ത് ചെയ്യാം? നമ്മൾ എന്തുണ്ടെങ്കിലും, നമ്മൾ ജീവിതത്തിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിരുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. നമ്മൾ മുൻഗാമികളായ സലഫുകൾ പറയാണ്, ലൗ ഇസ്തതഅത അൻ ലാ തഹുക്ക റഅസക ഇല്ലാ ബിഅസരിൻ ഫഫഅൽ. നിന്റെ തല ചൊറിയുന്ന വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയുണ്ടെങ്കിൽ അത് നീ പിൻപറ്റുക. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യം അറിയിച്ചു തന്നിട്ട് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തിനോ എന്നുള്ളത് നമ്മളെ ഖബറിൽ ചോദിക്കും, നാളെ ആഖിറത്തിലും ചോദിക്കും. മാദാ അജബ്തുൽ മുർസലീൻ, നിങ്ങൾ റസൂലുകൾക്ക് എന്താണ് മറുപടിയായി കൊടുത്തത്? അവർ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നോട്ട് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ കാണിച്ചു തന്നിട്ടില്ലേ, അത് നന്മയല്ല. എനിക്ക് എത്ര നന്മയായിട്ട് തോന്നിയാലും ശരി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബിദഅത്താണ് ഏറ്റവും മോശമായ കാര്യമാണ്. വൈൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾക്ക് അത് എത്ര നല്ലതായിട്ട് തോന്നിയാലും ശരി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾക്ക് ഒരാൾ വന്നിട്ട് കൊണ്ടുതരാണ്, ഇത് ദിക്റാണ്, ഇതൊരു ഇബാദത്താണ്, ഇതൊരു നേർച്ചയാണ്, ഇതൊരു റാത്തീബാണ്, ഇതൊരു മൗലൂദാണ്, ഇതൊരു കാര്യമാണ്, ഇതൊരു ഇബാദത്താണെന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുതരാണെങ്കിൽ നമ്മൾ ചോദിക്കണം, എൻ്റെ ഹബീബായ, എൻ്റെ കണ്ണിൻ്റെ കുളിർമയായ, എൻ്റെ ജീവിതത്തെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ടോ? കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലോ സമിഅനാ വഅതഅനാ, കേൾക്കുക, അനുസരിക്കുക. പിന്നെ അവിടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. കാണിച്ചു തന്നിട്ടില്ലേ, സലാം, അതിൽ നമ്മളില്ല. അപ്പോൾ നമുക്ക് എന്ത് ഇബാദത്തുണ്ടെങ്കിലും നമ്മളത് ഉറപ്പുവരുത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആവർത്തിക്കൽ, എല്ലാ ഖുതുബയിലും ആവർത്തിക്കും. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഖുതുബയിലും ആവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒറ്റൊരു ബിദ്അത്ത് പോലും ഇല്ല, പക്ഷേ എല്ലാ ഖുതുബയിലും ആവർത്തിക്കും. ഇതെന്തിനാണ്? അത് അത്രയും നമുക്ക് പറഞ്ഞുതരാണ്, അത്രയും ബിദ്അത്തിന്റെ ഒരു തിരമാലയാണ് ഇത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല സരണി, ഏറ്റവും നല്ല വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, ഏറ്റവും ചീത്തതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കാത്ത പുതുതായി ഉണ്ടായതാണ്. പുതുതായി ഉണ്ടായതെല്ലാം ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അല്ല, കുറച്ച് ബിദ്അത്ത് നല്ലതുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായ കാര്യം ബിദ്അത്താണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അല്ല കുറച്ച് ബിദ്അത്ത് നല്ലതുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും അറിവുള്ള ആളാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് നന്മകൾ അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരിക്കലും ആവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക, ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രീതിയിലാക്കുക. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, യാ അബാ അബ്ദില്ലാഹ് ഉരീദു അൻ ഉഹ്രിം, എനിക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എവിടുന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? മദീനത്തു നിന്നാണ് ചോദിക്കുന്നത്. മദീനക്കാരുടെ ഇഹ്റാമിൻ്റെ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ദുൽ ഹുലൈഫയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 മീഖാത്തുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ മസ്ജിദുൽ നബിയിൽ നിന്ന് ഇഹ്റാം കെട്ടട്ടെ?
അപ്പോൾ പിന്നെ ഇമാം മാലിക് പറയാണ് അഖാഫു അലൈക്കൽ ഫിത്ന, ഞങ്ങൾക്ക് ഒരു ഫിത്നയെ മയക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കുറച്ചു ദൂരം നബിയുടെ പള്ളിയിൽ നല്ലതല്ലേ, കുറച്ചു ദൂരമല്ലേ, അതിലെന്താണ് ഫിത്ന ഉള്ളത്? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു കൊടുക്കാൻ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് അതിനെ എതിരാക്കുന്ന എന്ത് പ്രവൃത്തിയുണ്ടോ അവന് പിന്നെ താക്കീത് കൊള്ളട്ടെ, അവനൊരു ഫിത്ന ബാധിക്കാനുണ്ട്, അല്ലെങ്കിൽ വലിയ ശിക്ഷ ബാധിക്കാനുണ്ട്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പിന്നെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഫജറിന് ശേഷം അല്ലെങ്കിൽ ഫജറിൻ്റെ അദാനിന് ശേഷം ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്ത് നിസ്കാരം, ഇങ്ങനെ നിസ്കരിക്കരുത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനിവിടെ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും തിന്മ ചെയ്തു, ഞാൻ നിസ്കരിച്ചതല്ലേ. അയ്യോ അദിബുനില്ല അലസ്സല, ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ അറിയോ? ലാ വലാകിൻ യുഅദിബുക ലിഖിലാഫി സുന്ന, നീ സുന്നത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഇനെതിരെ ചെയ്തതുകൊണ്ട് അതിന് നിന്നെ ശിക്ഷിക്കും എന്ന് അദ്ദേഹം മറുപടി കൊടുക്കും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ ഹജ്ജിൻ്റെ ഈ 2 പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, ഒന്നും കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അറഫയുടെ ദിനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാളിൻ്റെ ദിനം. ആ ദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ള കുറച്ചു സുന്നത്തായ കർമ്മങ്ങളും കൂടി നമുക്ക് പിന്നെ പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിൻ്റെ ദിവസം നല്ല വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു, അത് ധരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാലോ. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. കുറേ സുന്നത്തുകളുണ്ട്, ഞാൻ എണ്ണി പറയാം. 1, പിന്നെന്ത് ചെയ്യുക, നമ്മൾ പുതുവസ്ത്രം ധരിക്കുക. 2, പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. 3, പുതുവസ്ത്രം ധരിച്ച് കണ്ട ആളുകൾക്ക് ഇൽബസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ എന്ന് പ്രാർത്ഥിക്കാൻ വിശ്വാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4, കുളിച്ച് നല്ല അത്തറൊക്കെ പൂശി നല്ല സുഗന്ധമൊക്കെ പിന്നെ പരറ്റുക. 5, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പിന്നെ മുസല്ലയിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുക. തക്ബീർ നമ്മൾ അൽഹംദുലില്ലാഹ് എപ്പോൾ തുടങ്ങിയിട്ടുണ്ട്? ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്നാൽ നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം തക്ബീർ ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് അറഫയുടെ ദിവസം സുബ്ഹിനാണ് നമ്മൾ തുടങ്ങുക. എല്ലാ നിസ്കാരത്തിനു ശേഷം തക്ബീർ കുറച്ച് സമയം ചൊല്ലാം. അത് പെരുന്നാൾ വരെ, പെരുന്നാളിൻ്റെ അയ്യാമത്തെ തശ്രീഖ് തീരുന്നത് വരെ. പിന്നെ 6-മത്തത് ഭക്ഷണം കഴിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ മുസല്ലയിലേക്ക് പോവുക. 7-മത്തത് മുസല്ലയിലേക്ക് നേരത്തെ പോവുക. 8-മത്തത് പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുക. 9-മത്തത് നിസ്കാരത്തിനെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുക. 10-മത്തത് സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ ആ മുസല്ലയിലേക്ക് കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആഗ്രഹിച്ചൊരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹൈദുകാരിയായ സ്ത്രീകളെ വരെ, അല്ലെങ്കിൽ ചെറിയ പിന്നെ പ്രായപൂർത്തിയായി കല്യാണമൊന്നും കഴിയാത്ത അറബികൾ, പിന്നെ അത്രയും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത സ്ത്രീകളെ വരെ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. 11-മത് പിന്നെ മുസല്ലയിലേക്ക് നടന്നു വരാം, അത് സുന്നത്താണ്. 12-മത് 2 വഴികൾ സ്വീകരിക്കാം, പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ ഒരു വഴി. 13-മത് പാട്ട് പാടി ആഘോഷിക്കുക. പിന്നെ ഇസ്ലാമിന് അന്യമായ ആഘോഷമല്ല, മറിച്ച് കുറച്ച് ആഹ്ലാദിക്കലും പിന്നെ സന്തോഷിക്കലും നല്ല ഹലാലായ പാട്ടുകൾ പാടലും അല്ലേ ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ദിവസമാണ്. നമ്മൾ പെരുന്നാൾ മാത്രം ആഘോഷിക്കില്ല, കിടന്നുറങ്ങും. ബാക്കി എല്ലാ ദിവസവും ബർത്ത്ഡേ അതിടെ ഇതിടെ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും. അതല്ല വേണ്ടത്. നേരെ മറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെരുന്നാൾ തന്നിട്ടുണ്ട്, അത് ആഘോഷിക്കാനാണ്. അത് നമ്മളുടെ വീട്ടിൽ ഫുഡുകൾ ഉണ്ടാക്കി
പിന്നെ പലഹാരങ്ങൾ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആഘോഷിക്കുക. പിന്നെ 16-ാമത് എന്ത് ചെയ്യുക, പെരുന്നാൾ ദിവസം ബലികർമ്മം നടത്തുക. ബലികർമ്മം ബഹുമാനപ്പെട്ട വലിയ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച് തന്ന സുന്നത്തും ചെയ്ത് പിന്നെ കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്തതും പിന്നെ യാത്രയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചെയ്തതുമായ കർമ്മമാണ് പിന്നെ ബലികർമ്മം എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ ബലികർമ്മം ചെയ്യുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇവരെ പിന്നെ അള്ളാഹു തആല എന്തിനെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ അവരെന്താണ്, അവർ ബുഖ്ല് കാണിച്ച് അവിടെ നിൽക്കാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെടരുത്. നമ്മളെന്ത് ചെയ്യും, പുഷ്കരന്മാരാവരുത്. നമ്മൾക്ക് അതിന് പിന്നെ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ബലികർമ്മത്തിനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ബലികർമ്മം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ വേറൊരു കാര്യമാണ് കുടുംബക്കാരെ പിന്നെ പോയി സന്ദർശിക്കുക, അവരെ കാണുക. ഇതൊക്കെ പിന്നെ പെരുന്നാളിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കേട്ടതിൽ പറഞ്ഞതുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമുക്ക് ഈ ഹജ്ജിൻ്റെയും പിന്നെ അറഫയുടെയും ഈ ദിനങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ആ പാഠങ്ങൾ നമുക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മളെല്ലാവരും മരിച്ചിട്ട് പോകേണ്ടവരാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് യാത്രയുടെ ഇടയിൽ ഒരു മരത്തണലിൽ ഇരുന്നിട്ട് പിന്നെ എണീച്ചവനെ പോലെ നീ ജീവിക്കുക. കുറേ കാലമൊന്നും ജീവിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂര്യൻ അസ്തമിക്കുന്നത് പറഞ്ഞു തന്നതുപോലെ അത് അസ്തമിക്കുമ്പോൾ കഴിയുന്ന ദുനിയാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരട്ടെ. നമ്മളിൽ പ്രയാസം കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാവിധ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളിൽ കല്യാണം കഴിയാത്ത പ്രായക്കാരുണ്ടെങ്കിൽ അവരെ എത്രയും നല്ല രീതിയിൽ കല്യാണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا أعداء الدين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم دمر أعداءنا أعداء الدين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم اغفر لنا وللمسلمين جميعا. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. بارك الله فيكم وجزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الله أكبر الله